ആർ.എസ്.എസ് നേതാവിന് ട്രൂ കേരള സ്റ്റോറി പറഞ്ഞു കൊടുത്ത് ടാക്സി ഡ്രൈവർ എന്ന തലക്കെട്ടിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിച്ച വാർത്ത കെട്ടിച്ചമച്ചത് ആർ.എസ്.എസ് ഉത്തര ക്ഷേത്ര സംഘചാലക് പവൻ ജിൻഡാലിൻ്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു ടാക്സി ഡ്രൈവറുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് വാർത്ത പ്രചരിപ്പിച്ചത്. മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനത്തിൽ കേരളത്തിൽ എത്തിയപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രവും വെള്ളച്ചാട്ടവും മൂന്നാറുമൊക്കെ കണ്ട പ്രകൃതി സൗന്ദര്യത്തെ പ്രശംസിച്ചിരുന്നു. എന്നാൽ ഇതിനെ ചിലർ വളച്ചൊടിച്ച് ദുരുദ്ദേശത്തോടെ സമൂഹത്തിൽ അവതരിപ്പിക്കുകയാണെന്ന് പവൻ ജിൻഡാൽ ചൂണ്ടിക്കാട്ടി. യാത്രയിൽ എവിടെയും ഏതെങ്കിലും ദൃശ്യത്തെയോ സ്ഥലത്തെയോ ദ കേരള സ്റ്റോറി സിനിമയുമായി ബന്ധപ്പെടുത്തിയിട്ടില്ലെന്നും പവൻ ജിൻഡാൽ പ്രസ്താവനയിൽ പറഞ്ഞു. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കെട്ടിച്ചമച്ചതാണ് എന്ന് വ്യക്തമായി പവൻ ജിൻഡാൽ നൽകുന്ന വിശദീകരണം എന്താണ്? അൽനബീർ, വളരെ ആസൂത്രിതമായി തന്നെ ഒരു CPM പ്രവർത്തകൻ ചെയ്ത ഒരു പോസ്റ്റ്, ആ ഒരു പോസ്റ്റിലൂടെ കേരളത്തെ ആളുകളെല്ലാം പ്രകീർത്തിക്കുകയാണ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെല്ലാം കേരളം കണ്ട് നിന്നു പോവുകയാണ് എന്നെല്ലാം പറഞ്ഞു വെക്കാൻ ശ്രമിച്ച അതേ ആൾ പിന്നീട് അത് മുഖ്യമന്ത്രി അടക്കം ഏറ്റെടുത്ത് പ്രസംഗങ്ങളിൽ പറഞ്ഞിരുന്നു. ഇതേ വിഷയം തന്നെ RSSന്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മൂന്നാമത് വരുന്ന ഒരു നേതാവ് ഇവിടെ വന്നു, ഇത്തരത്തിലെല്ലാം പറഞ്ഞു പോയി, അദ്ദേഹം ഇവിടുത്തെ വൃത്തി കണ്ടെല്ലാം ഞെട്ടിപ്പോയി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയും അതിന് കുടപിടിക്കുകയും എല്ലാം തന്നെ ചെയ്തു. എന്നാൽ ഇവിടെ അത് പൂർണ്ണമായും തന്നെ ഒരു കെട്ടിച്ചമച്ചതാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അത് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് പവൻ ജിൻഡാൽ തന്നെയാണ്. RSSന്റെ ഉത്തര ക്ഷേത്ര സംഘചാലക് പവൻ ജിൻഡാൽ അദ്ദേഹം കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, സാധാരണ നിലയ്ക്ക് ഇതെല്ലാം കണ്ടുപോകുമ്പോൾ പറയുന്നത് എന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ വളച്ചൊടിക്കുകയായിരുന്നു ഇതിൽ ചെയ്തിരിക്കുന്നത്. ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറുടെ FB പോസ്റ്റ് അടിസ്ഥാനമാക്കി ഇത്തരം പ്രചാരണങ്ങൾ മലയാള മാധ്യമങ്ങൾ പലതും നൽകി അത് കേരളത്തെ RSS നേതാവ് പുകഴ്ത്തി എന്നെല്ലാമുള്ള തരത്തിലായിരുന്നു. അത് തീർത്തും തെറ്റാണ്. ചില ഉദാഹരണമടക്കം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹമാണ് ഇത് പറയുന്നത്. മാത്രമല്ല, ട്രൂ കേരള സ്റ്റോറി എന്നെല്ലാം പറഞ്ഞു എന്നും ആ സിനിമയുമായി ബന്ധപ്പെടുത്തി താൻ ഇങ്ങനെയല്ല സിനിമ കണ്ടപ്പോൾ കേരളത്തെക്കുറിച്ച് ചിന്തിച്ചത് എന്നെല്ലാം പറഞ്ഞു എന്ന് ആ പോസ്റ്റിലുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും താൻ പറഞ്ഞിട്ടില്ല എന്ന കാര്യം തന്നെയാണ് പവൻ ജിൻഡാൽ കൃത്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ചില കാര്യങ്ങൾ ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാധാരണ നിലയ്ക്ക് നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്തിൻ്റെ മനോഹാരിതകളെക്കുറിച്ച് ഏതെങ്കിലും ആളുകൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു മറുപടി സാധാരണ നിലയ്ക്ക് പറയാറുണ്ട്. കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടും ഭാരതത്തിൻ്റെ മറ്റിടങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അവിടെ പോകാറുണ്ട്, അത് കാണാറുണ്ട് എന്ന് കരുതി അവിടെ എപ്പോഴും ശാന്തമാണ് എന്നതല്ല അതിൻ്റെ അർത്ഥം. അവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവിടെ പോകുന്നത്. അതുപോലെ തന്നെ അമർനാഥ് യാത്ര, മാതാ വൈഷ്ണോദേവി ക്ഷേത്രം, പഹൽഗാമിൻ്റെ പ്രകൃതി രമണീയത എന്നിവയും അനുഭവിക്കുകയും അതെല്ലാം നമ്മൾ പ്രശംസിക്കുകയും ചെയ്യാറുണ്ട്. അത്തരമൊരു കാര്യങ്ങൾ, അതുപോലെ മാതാ അമൃതാനന്ദ ദേവിയുടെ ജന്മദിനത്തിൽ കേരളത്തിലെത്തിയപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രവും വെള്ളച്ചാട്ടവും മൂന്നാറും ഒക്കെ കണ്ട് അവിടുത്തെ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ച് കാര്യങ്ങൾ പ്രശംസിച്ചിരുന്നു. മറിച്ച് അതിനെ വളച്ചൊടിച്ചു. അതായത് കേരളത്തിൻ്റെ വികസനം കണ്ട് കേരളത്തിൻ്റെ മനോഹാരിത, സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി പലതും പറഞ്ഞു എന്നെല്ലാമാണ് ഈ ഒരു CPM നേതാവ് രഞ്ജു രഘു ആസൂത്രിതമായി തന്നെ പ്രചരിപ്പിക്കുകയും പിന്നീട് CPM ഗ്രൂപ്പുകൾ അത് സമൂഹ മാധ്യമങ്ങളിൽ അടക്കമെടുത്ത് വലിയ ഒരു ആഘോഷമാക്കി മാറ്റുകയും ചെയ്തിരുന്നത്. സ്വാഭാവികമായും അദ്ദേഹം ഇക്കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഇത്തരത്തിലൊരു പ്രചാരണം നടക്കുന്നുണ്ട്, തൻ്റെ പേരിൽ വലിയ ഒരു ആഘോഷം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സംഘടിപ്പിക്കുന്നുണ്ട്, CPM പ്രവർത്തകർ ആഘോഷിക്കുന്നുണ്ട് എന്ന് അതറിഞ്ഞപ്പോഴാണ് കൃത്യമായ ഒരു വിശദീകരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. താൻ പറയാത്ത കാര്യങ്ങൾ, തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത പരാമർശങ്ങൾ പോലും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെ വളച്ചൊടിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് പവൻ ജിൻഡാൽ കൃത്യമായി ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. RSS നേതാവിന് ട്രൂ കേരള സ്റ്റോറി പറഞ്ഞുകൊടുത്ത് ടാക്സി ഡ്രൈവർ എന്ന തലക്കെട്ടിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിപ്പിച്ച വാർത്ത കെട്ടിച്ചമച്ചത് ജിജീഷ് കരുണാകരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.